ചില കമൻറ്റുകൾ നമ്മൾ കാണുമ്പോൾ ഇത് സഖാവാണോ സംഖ്യയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ പ്രൊഫൈലിൽ പോയി നോക്കും. അപ്പോൾ ഇത് സംഖ്യ ആവണേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് പ്രൊഫൈലിൽ പോയി നോക്കുക. നോക്കുമ്പോൾ എന്താ, സഖാവാണ്. പേരൊക്കെ ഉണ്ടാവും അവിടെ. സഖാവ് വർഗീയത പറയാം. ഏത് പച്ചയായിട്ട് വർഗീയത പറയും. ഇവിടുത്തെ മുസ്ലിം പേര്, മുസ്ലിങ്ങളുടെ എന്താണ് അധികാര പങ്കാളിത്തം, മുസ്ലിങ്ങൾ MLA ആവുന്നത്, മന്ത്രിയാവുന്നത്, മുഖ്യമന്ത്രിയാവുന്നത്, ഉപമുഖ്യമന്ത്രിയാവുന്നത്, ഇതൊക്കെ ഒരു അസ്വസ്ഥതയായിട്ട് തോന്നേണ്ടത് ഇവിടുത്തെ സംഘപരിവാരത്തിനാണ്. പക്ഷേ ഇപ്പോൾ ഇതൊരു അസ്വസ്ഥതയായിട്ട് തലയിൽ കൊണ്ട് നടക്കുന്നത് ആരാണ്? CPM. ഇവിടുത്തെ CPMകാരാണ്. ഇവരൊക്കെ നേരെ എങ്ങോട്ട് പോകും? ഇതേ സഖാക്കൾ അവരുടെ പ്രൊഫൈൽ മാറ്റും. ചെഗുവേരയുടെ പ്രൊഫൈൽ ആവില്ല, പിന്നെ അവിടെ സവർക്കറുടെ പ്രൊഫൈൽ. അത് ഇവരെ സൈഡിൽ നിന്ന് മാത്രമല്ല, ഇപ്പോൾ മറുനാടൻ മലയാളിക്ക് വീഡിയോ ചെയ്യാൻ തുടങ്ങി, മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി പദം ആവശ്യപ്പെടും. അപ്പോൾ ഇത് ടോട്ടലി ഉള്ള ഒരു നരേഷൻ ഉണ്ടാക്കി കൊണ്ടുവരികയാണ്. ആഭ്യന്തരമന്ത്രി മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്തിട്ടുണ്ട്, മുഖ്യമന്ത്രി കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രി ആവുമെന്നാണ് ചിലർ പറഞ്ഞത്. ഉപമുഖ്യമന്ത്രി പദം CHഉം നഹാസ് സാഹിബൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കേരളത്തിൽ സംഭവിച്ചതാണ്. ചരിത്രം അറിയാത്തല്ലേ പറയുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഏറ്റവും മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതിൻ്റെ ചരിത്രത്തിലോ പാരമ്പര്യത്തിലോ വർഗീയത പറയുകയോ അതല്ലെങ്കിൽ തീവ്രവാദത്തിന് വേണ്ടി നിലകൊള്ളുകയോ ചെയ്ത ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനെ വിജയിപ്പിക്കുന്നത് മുസ്ലിങ്ങളല്ല എന്ന് കൃത്യമായ ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ട്.